ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങൾക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ആക്ടിവിറ്റി, അത് ഗ്രാമർ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന പല ചോദ്യങ്ങളുടെ ആൻസർ, ക്വസ്റ്റ്യൻ ടാഗ് കറക്റ്റ് ആൻസർ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരികയും ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ഹാഫ് എ ഡേ. ഹാഫ് എ ഡേ എന്ന സ്റ്റോറി നമ്മൾ പഠിച്ചതാണ്. ആ സ്റ്റോറിയിൽ വരുന്ന 2 ഡയലോഗാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നതും ഒന്ന് സ്കൂളിലെ ടീച്ചർ പറയുന്നതുമാണ്. ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? അതുപോലെ രണ്ടാമത്തത്, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, വോണ്ട് യു? അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അത് ശരിയാണോ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്, വൈ ഡു യു തിങ്ക് ദ സ്പീക്കർ ആഡഡ് ദി ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസസ് എബോവ്? എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞ വ്യക്തികൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഒരു കൊച്ചു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? ഇത് പറഞ്ഞ വ്യക്തികളുടെ ഉദ്ദേശം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൺഫേം ചെയ്യണം, അത് ശരിയാണോ അല്ലയോ എന്നൊന്ന് കേൾക്കുന്ന ആൾ പറയണം. അതിനു വേണ്ടിയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐ ആം നോട്ട് പണിഷിങ് യു എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ എന്നും, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വോണ്ട് യു എന്നും ആണ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്, വി യൂസ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു സീക്ക് കൺഫർമേഷൻ ഫ്രം ദി ലിസണേഴ്സ്. കേൾക്കുന്ന ആളിൽ നിന്ന് ഒരു കൺഫർമേഷൻ, അത് ശരിയാണ്, അല്ല അത് ശരിയല്ല, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ ചില സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യൻ ടാഗും ഒക്കെ നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നൗ അനലൈസ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വെർബ് ഫ്രേസ് ഇൻ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ്. നോട്ട് ദീസ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്, വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ ഇവിടെ കുറേ സെൻറ്റൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 2 കള്ളികളിലായിട്ട്, ഒന്നാമത്തെ കള്ളിയിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബും, അതുപോലെ രണ്ടാമത്തെ കള്ളിയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം തന്നെ നമുക്കെടുക്കാം. ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇസ്ൻ്റ് ഇറ്റ്? ഇതിൽ ദിസ് ഈസ് യുവർ ന്യൂ ഹോം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്, ഇസ്ൻ്റ് ഇറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ്. സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്, എന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഈസിൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള സെൻറ്റൻസുകളുടെ നമ്മൾ ഇതുപോലെ 2 കള്ളികളിലായിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ ദിസ് ഈസ് യുവർ ന്യൂ ഹോം, അതിലെ ഈസ് ആണ് സെൻറ്റൻസിൽ, ക്വസ്റ്റ്യൻ ടാഗിൽ ഈസിൻ്റ് ആണ്. രണ്ടാമത്തെ ഉദാഹരണം, ദർ ഈസ് നത്തിങ് അമിസ്, ഈസ് ദർ? അപ്പോൾ അതിലെ ഈസ് ആണ് സെൻറ്റൻസിൽ, ക്വസ്റ്റ്യൻ ടാഗിലും ഈസ് ആണ്. മൂന്നാമത്തത്, മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അവർ പ്രോഗ്രസ്. മദർ സ്റ്റുഡ്, അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് സ്റ്റാൻഡ് ആണ്, സ്റ്റുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡ് എന്ന് നമുക്ക് എഴുതാം. അതിൻ്റെ ടാഗിൽ വരുന്നത് ഡിഡിൻ്റ് ആണ്. അപ്പോൾ ഡിഡ്, ഡിഡിൻ്റ്. ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ, വെയർ ഇൻ ദേ? അപ്പോൾ വെയർ, വെയറിൻ്റ്. ആം ഇൻ ഡെറ്റ്, ആറിൻ്റ് ഐ? അപ്പോൾ ആം, ആറിൻ്റ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, ഡോണ്ട് യു? അപ്പോൾ ഡു, ബിഗിൻ എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് ബിഗിൻ ആണ്, അപ്പോൾ ഡു, ഡോണ്ട്. അടുത്തതിൽ, ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ്, ഹസിൻറ്റ് ഹി? അപ്പോൾ അവിടെ ഹാസ്, ഹസിൻറ്റ്. അടുത്ത ഉദാഹരണത്തിൽ,
എട്ടാമത്തത് ഡസ്. കെയേഴ്സ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് കെയർ ആണ്. അപ്പോൾ ഡസ്, ഡസിൻറ്റ്. അടുത്തതിൽ വിൽ, വോണ്ട്. വോണ്ട് എന്ന് വെച്ചാൽ വിൽ നോട്ട് ആണ് വോണ്ട് എന്ന് നമ്മൾ ചുരുക്കി എഴുതുന്നത്. അടുത്തതിൽ അവിടെ ബി ആണ് വരുന്നത്. ഹാഡ് വരുന്നുണ്ട്, ഡിഡിൻ്റെ വരുന്നുണ്ട്. അടുത്ത ബി എ മാൻ, വോണ്ട് യു. ബി എ മാൻ എന്നുള്ളതിൻ്റെ വെർബ് എന്ന് പറയുന്നത് ബി ആണ്. അതിൻ്റെ ടാഗ് വരുന്നത് വോണ്ട് എന്നും. അടുത്തതിൽ ടേക്ക് എന്നുള്ളതാണ് വെർബ്, ഷാൾ എന്നുള്ളതാണ് ടാഗിലെ വെർബ്. അടുത്തതിൽ സീംഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് സീം ആണ്. അടുത്തതിൽ അതിൻ്റെ ടാഗ് വരുന്നത് ഡിഡ് തന്നെയാണ്. അവസാനത്തത് ഷീ കുഡ് ഹാർഡ്ലി ഇമാജിൻ ഷീ വാസ് ഓൺ ദിസ് എർത്ത്. കുഡ് ഷീ. അപ്പോൾ കുഡ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വെർബ്, എന്നാൽ കുഡ് എന്ന് തന്നെയാണ് അതിൻ്റെ ടാഗിലും വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ടേബിളാക്കി നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ദർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ നറേറ്റർ ആൻഡ് ഫ്രണ്ട്. അപ്പോൾ ഈ കഥയിലെ ഹാഫ് എ ഡേ എന്ന കഥയിലെ നറേറ്ററും ഫ്രണ്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യം വരുമ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എളുപ്പം മനസ്സിലാക്കാം. കാരണം അവിടെയുള്ള ആ ഒരു കോമ, അത് കഴിഞ്ഞ് ഡാഷ്, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കോമ വരുന്നു, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ ഇവിടെ അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി വെർബ് പുറത്തെടുക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക ടാഗിനെ. അതുപോലെ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് എടുത്ത് എഴുതുക. ഇതാണ് നമ്മൾ ഒരു ടാഗിൻ്റെ നിർമ്മാണത്തിൽ ചെയ്യുന്നത്. എന്നാൽ ചില എക്സെപ്ഷൻസ് അവിടെയുണ്ട്. ഉദാഹരണത്തിന് ലെറ്റസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ വിചാരിക്കാത്ത ക്വസ്റ്റ്യൻ ടാഗും വരും. ഷാൾ വി, അങ്ങനെയൊക്കെയുള്ളത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചില സെൻറ്റൻസുകളിൽ മാത്രമാണ്. എന്നാൽ പൊതുവായിട്ടുള്ള റൂള് അനുസരിച്ച് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി എടുക്കുക. ഓക്സിലറി പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കുക, ഓക്സിലറി നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് എഴുതുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആൻസർ ഒന്ന് നോക്കാം. ഇവിടെ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ അവിടെ ഈസ് ഉണ്ട്, സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ ഈസിൻ്റെ ആയി ഇറ്റ്. സ്കൂളാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഇറ്റ്. അടുത്തതല്ലേ റിയലി ഐ ലവ് ഇറ്റ്, യു ടു ലൈക്ക് ഇറ്റ്, യു ടു ലൈക്ക് ഇറ്റ്, ഡോണ്ട് യു. അടുത്തത് യെസ് ഐ ടു, അവർ ടീച്ചേഴ്സ് കെയർ ഫോർ അസ്, ദേ വിൽ നോട്ട് ലെറ്റ് എനിത്തിങ് അമിസ് ഹാപ്പൻ ടു അസ്. അവിടെ ഓക്സിലറി വെർബ് വില്ലാണ്, സെൻറ്റൻസ് നെഗറ്റീവാണ്, അതുകൊണ്ട് വിൽ തന്നെ ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് ദേ, വിൽ ദേ. ദ ഹെഡ് ലേഡി റിയലി കെയേഴ്സ് ഫോർ അസ്. കെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് കെയർ ആണ്. അപ്പോൾ ഡസിൻറ്റ്, ഡസ് സെൻറ്റൻസ് പോസിറ്റീവ് ആയിട്ട് ഡസിൻറ്റ്, ഡസിൻറ്റ് ഹെഡ് ലേഡി ഷീ ആണ്. അപ്പോൾ ഡസിൻറ്റ് ഷീ. Yeah, we have different kinds of toys here. They let us play with them, don't they? Yes, but only during leisure time. Let's go and play. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സെപ്ഷനിൽ വരുന്നതാണ് ലെറ്റസ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൾ വി എന്നായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ, ഷാൾ വി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.